അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞ വ്ളോഗിൻ്റെ ബാക്കി പാർട്ടാണ്. കഴിഞ്ഞ വ്ളോഗിൽ രാവിലത്തെ കുറേ വിശേഷങ്ങളൊക്കെയാണ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കുട്ടിമണീസിൻ്റെ വിശേഷങ്ങളും പിന്നെ രാവിലെ കുട്ടീസിൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കലും ലഞ്ച് റെഡിയാക്കലും ലഞ്ച് ബോക്സ് പാക്കിങ്ങും പിന്നെ രാവിലെ അവർ സ്കൂളിൽ പോയതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വ്ളോഗ് ഞാൻ ഫുള്ളായിട്ട് വൈകുന്നേരം വരെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി പാർട്ടാട്ടോ ഷെയർ ചെയ്യുന്നത്. എനിക്കങ്ങനെ കുറേ സമയം വീഡിയോ ഇട്ട് ലാഗ് അടുപ്പിച്ച് ബോറടിപ്പിക്കുന്നത് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ചായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അന്നത്തെ വ്ളോഗിൽ ആ ഒരു ഫുൾ വിശേഷങ്ങളൊന്നും കാണിക്കാതിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി പാർട്ട് വിശേഷങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇന്ന് വേറൊരു വിശേഷം കൂടെ ഉണ്ട് കേട്ടോ. എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, അടുക്കള കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാണിക്കുന്നുണ്ട്. അങ്ങനെ മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞ ശേഷമാണ് ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് തലേദിവസം വിരിച്ചിട്ടുണ്ടായിരുന്ന തുണിയാണ്. എല്ലാം നന്നായിട്ട് ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞ് കിടക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ വെയിലായതുകൊണ്ട് തുണികളൊക്കെ വേഗത്തിൽ ഉണങ്ങും. അപ്പം അതൊക്കെ ഒന്ന് പിറക്കിയെടുക്കുകയാണ്. പിന്നെ നമ്മുടെ ബിലാലിൻ്റെ കൂട്ടുകാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് ഉള്ള കുറുക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവന് ഇതൊക്കെ കൊടുത്ത് ഒന്ന് കുളിപ്പിച്ച് ഫ്രഷ് ആക്കണം. അങ്ങനെ നമ്മുടെ ബിലാലിൻ്റെ കുറുക്കുകൂടിയും കുളിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ ഇവന് അപ്പം കഴിക്കാൻ മടിയാട്ടോ. അപ്പം ഞാൻ എന്തെങ്കിലും കുറുക്കൊക്കെയാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സൂചി ഗോതമ്പല്ല കേട്ടോ, പൊടിയരിയും ചെറുപയറും വെച്ചിട്ടുള്ള കഞ്ഞിയുണ്ടല്ലോ, അതൊക്കെ കൊടുക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പം അമ്മച്ചിയുടെ ഒരു സംഭവം ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. ക്ലീൻ ആക്കിയാണ് നമുക്ക് കിട്ടിയത് പോട്ടി, മട്ടൻ്റെ പോട്ടിയാട്ടോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് കുറച്ചേ കാണുള്ളൂ. ഇതിപ്പോൾ 2 എണ്ണം ആയതുകൊണ്ടാണ് ഇത്തിരിയെങ്കിലും കാണുന്നത്. അങ്ങനെ അമ്മച്ചി അതൊക്കെ ക്ലീനാക്കി എടുക്കുന്നുണ്ട്. ഇത് ക്ലീനാക്കിയാണ് കൊണ്ടുവന്നത്. വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇത് ക്ലീനിങ് ഒന്നും നടക്കത്തില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് അറിയാമല്ലോ, ഇതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ഇതിലൊന്നും തന്നെ ഇല്ലായിരുന്നു കേട്ടോ. ഇതുപോലെ തന്നെയാണ് നമുക്ക് കിട്ടിയത്. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ഇത് കുറേ പ്രാവശ്യം കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഉച്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള പപ്പായ ഒന്ന് അരിഞ്ഞെടുക്കുകയാണേ, തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. ഇതിന് നല്ല വേവുണ്ട് കേട്ടോ. അതുകൊണ്ട് കുക്കറിലിട്ട് കുറേ സമയം വിസിലടുപ്പിക്കണം, എന്നാലേ ഇത് കൊള്ളത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു റബ്ബർ പോലെ ആവുമേ. അങ്ങനെ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ വറ്റിച്ചെടുക്കുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇതിലേക്ക് കാശ്മീരി റെഡ് ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് പെരുംജീരകപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതൊക്കെയാണ് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. പിന്നെ ഇതിൽ വെള്ളമുണ്ട്, എന്നാലും നമ്മളിത് വേകാൻ ആവശ്യമായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. എനിക്കിതുപോലത്തെ സംഭവങ്ങളൊക്കെ വേവിക്കുമ്പോൾ പേടിയാട്ടോ, വെള്ളം കുറഞ്ഞിട്ട് അടിയിലെങ്ങാനും പിടിക്കുമെന്ന്. അങ്ങനെ അതൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഒന്ന് ഫ്രൈ ആക്കാൻ പോവുക. ഇത് ഫ്രൈ ആട്ടോ കൂടുതൽ ടേസ്റ്റ്. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് സവാള ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് കറിവേപ്പിലയും പിന്നെ പൊടിയായിട്ട് നമ്മുടെ പെരുംജീരകം മാത്രമേ ചേർക്കുന്നുള്ളൂ. വേറെ പൊടികളൊക്കെ നമ്മളിത് വറ്റിക്കുന്ന സമയത്ത് ചേർത്തിട്ടുണ്ടല്ലോ. എന്നിട്ട് ഈ പോട്ടി ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഈ പാനിൽ കിടന്നിട്ട് കുറേ സമയം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണേ. അപ്പോഴാണ് നല്ല ടേസ്റ്റ്. ഈ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതൊരു പൊട്ടുന്ന ആ ഒരു സമയമുണ്ട്. ചിലപ്പം നമ്മുടെ മുഖത്തേക്കൊക്കെ പൊട്ടിത്തെറിക്കേ. അപ്പോൾ ആ ഒരു സമയത്താണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ ബോട്ടി ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സൈഡിൽ ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പപ്പായ തോരനും പിന്നെ വഴുതനങ്ങ പൊരിച്ചതും പിന്നെ ഈ ഒരു ബോട്ടിയാണ്. ഇന്ന് ചാറുകറി ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ചെറുതിലേ തൊട്ട് വീട്ടിൽ ഇങ്ങനെ ഒരുപാട് വാങ്ങിക്കുമായിരുന്നു. അപ്പം നമ്മളിത് കപ്പയുടെ കൂടെയും പിന്നെ നല്ല കൈറൊട്ടിയുടെയൊക്കെ കൂടെയാട്ടോ കഴിക്കുന്നത്. കയ്യറൊട്ടി ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ ഷെയർ ചെയ്യാവേ. ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഇതും അതും അടിപൊളി കോമ്പിനേഷനാണ്. പിന്നെ ഉച്ച കഴിഞ്ഞ് ഒരു ഒച്ചയും ബഹളവും ഒക്കെ കേട്ട് എഴുന്നേറ്റ് നോക്കിയപ്പം അമ്മച്ചിയും പിന്നെ ഇവിടെ അത്തച്ചിയുടെ അനിയൻ്റെ വൈഫ്, വീട് ഇവിടെ അടുത്താണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഇരുന്ന് ചക്കയൊക്കെ ഒരുക്കുന്നുണ്ട്. അപ്പോഴും നമ്മുടെ ബിലാലിൻ്റെ കൂട്ടുകാരന്മാർ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അവന് പൂച്ചേനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ബിലാലും ഇതൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഇരിപ്പുണ്ട്.
അങ്ങനെ അതൊക്കെ ഒരുക്കി വൈകുന്നേരം നമ്മൾ ഈ ചക്കയും പിന്നെ ഈ ബോട്ടി റോസ്റ്റും ഒക്കെ ആയിരുന്നു. ഞാനിപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് യൂട്യൂബിൽ വീണ്ടും വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ എനിക്ക് നല്ല പോലെ ഉണ്ട് കേട്ടോ. ചിലരൊക്കെ പറയാറുണ്ട് സംസാരത്തിൽ ചെറിയൊരു വ്യത്യാസം വന്ന് പണ്ടത്തേതായിരുന്നു നല്ലത്, ഇപ്പോഴത്തെ അങ്ങനെ കേൾക്കാൻ വലിയ രസമില്ല എന്നൊക്കെ. പക്ഷേ ഞാനിപ്പം ആ ഒരു ട്രാക്കിലേക്ക് അങ്ങനെ പതുക്കെ വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ്. ഇത് പിറ്റേ ദിവസമാണ്. എൻ്റെ വീട്ടിൽ നിന്ന് നമ്മുടെ കസിൻസും എല്ലാവരും ഉണ്ട്. എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് വീക്സേ ആയിട്ടുള്ളൂ. അവളെ കോട്ടയം കുമ്മനത്താണ് കെട്ടിച്ചത്. അങ്ങനെ നമ്മളെല്ലാവരും അവിടെ വന്നതാണ്. നമ്മുടെ കസിൻസ് എല്ലാവരും തന്നെ ഉണ്ട്. അവരുടെ വീടൊക്കെ കാണാൻ അങ്ങനെ വന്നതാട്ടോ. നമ്മൾ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. പിന്നെ കസിൻസൊക്കെ ആയിട്ട് അങ്ങനെ വെറുതെ ഒന്ന് വന്നതാ. ഇത് എൻ്റെ ബ്രദറിൻ്റെ മോളാണ്. അപ്പോൾ അവളെ കുറച്ച് ദിവസം കൂടി കണ്ടപ്പം ബിലാൽ ഇങ്ങനെ അവളുടെ തലമുടിയൊക്കെ കെട്ടി വെച്ചതും ഒക്കെ നോക്കുകയാണ്. ഇടയ്ക്ക് ഉന്തും തള്ളും ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിയ ഇഷ്ടമാണ്. എന്നാൽ ഇടയ്ക്കൊക്കെ പിള്ളേരെയൊക്കെ ചെറുതായിട്ട് എന്താ പറയുക ഉപദ്രവിക്കാന്നുള്ള ഒരു ടെൻഡൻസിയൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് അലമ്പൊക്കെ മാറാൻ വേണ്ടി TV ഒക്കെ ഇട്ട് കൊടുത്ത് അവരെ അങ്ങനെ താഴെ സെറ്റാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതുവഴി ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വീഴലും തലയിടിയും അങ്ങനെയൊക്കെ ആയിരിക്കും. ഇവള് വീട്ടിലില്ലാത്തതുകൊണ്ട് ഭയങ്കര മിസ്സിങ് ആട്ടോ. സത്യമായിട്ടും വീട്ടിൽ പോകണമെന്ന് പോലും ഇല്ല. വീട്ടിൽ പോകുമ്പം ഇവളെ വല്ലാതെ മിസ് ചെയ്യും. അതുകൊണ്ട് ഞാനിപ്പം ഇവർ വീട്ടിലേക്ക് വരുമ്പോഴാണ് അങ്ങനെ പോകുന്നത്. ഞാനും പിന്നെ എൻ്റെ ബ്രദറിൻ്റെ വൈഫും നമ്മളെല്ലാവരും കൂടി കൂടുമ്പം നല്ല രസമാണ് കേട്ടോ. കുറേ സമയം അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ വീട്ടിലെ വ്ളോഗ് എല്ലാവരും കൂടി കൂടിയിട്ടുള്ള വ്ളോഗ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം ആ ഒരു വ്ളോഗ് കാണാത്തവർ ഒന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ നമ്മളിവിടെ എത്തിയപ്പം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും നിസ്കരിക്കുകയാണ്. ഇതാട്ടോ എൻ്റെ സിസ്റ്റർ. പിന്നെ ആണുങ്ങളെല്ലാവരും പള്ളിയിൽ പോയിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടെ വീട്ടിൽ ഒരുമിച്ച് നിസ്കരിച്ചു കേട്ടോ. പിന്നെ ഇന്ന് പൊന്നൂനെയും മിന്നൂനെയും ഒന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. അവർക്ക് സ്കൂളിൽ ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. PT4 എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ വിചാരിച്ച് വെറുതെ ക്ലാസ് കളഞ്ഞിട്ട് അങ്ങനെ വരണ്ടല്ലോ എന്ന്. പിന്നെ കല്യാണമായിട്ട് അവർക്കിപ്പം കുറേ ക്ലാസ്സൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. വ്യാഴാഴ്ചയായിരുന്നേ കല്യാണം. നമുക്ക് ഹോള് കിട്ടാത്തതുകൊണ്ട് അപ്പോൾ അങ്ങനെ കുറേ ക്ലാസ്സൊക്കെ പോയതുകൊണ്ട് അവർ സ്കൂളിൽ വിട്ടിട്ടാണ് വന്നത്. അതുകൊണ്ട് അവർക്ക് സ്കൂളിൽ പോകാൻ ഇന്ന് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാട്ടോ. ബിലാലിന് തന്നെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പക്ഷെ തന്നെ കഴിക്കത്തൊന്നുമില്ല കേട്ടോ. അവിടെയൊക്കെ ചോറുമായി എറിഞ്ഞ് അവന് ദേഹത്ത് വെള്ളമൊക്കെ ഒഴിച്ചു വിട്ട് അങ്ങനെ എന്തൊക്കെയോ പരിപാടിയാണ്. പിന്നെ ഞാൻ വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ. ലാസ്റ്റ് അവന് ചോറ് വാരി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും കൂടി അങ്ങനെ കഴിക്കുക കേട്ടോ. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് അവൻ ദേഹത്തൊക്കെ ഐസ്ക്രീമൊക്കെ ആക്കി കഴിഞ്ഞപ്പം പിന്നെ അവനെ കുളിപ്പിക്കാതെ കൊള്ളത്തില്ല കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി അങ്ങനെ കുട്ടപ്പനാക്കിയ. പിന്നെ നമ്മുടെ കുഞ്ഞാവ് വന്നിട്ട് അവൾക്ക് വഴക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അവൾ വണ്ടിയിലൊക്കെ നല്ല കാമായിട്ടിരുന്നേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഇന്നത്തെ ഈ ഒരു കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വ്ളോഗുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം കേട്ടോ. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.